മസിൽസ് തകർന്ന ഒരാള് എങ്ങനെ എണീറ്റിരിക്കുമെന്നാണ് എന്റെ ചോദ്യം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു പെൺകുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചിരിക്കുന്നത് അത് തന്നെ ദുരൂഹതയല്ലേ? ഈ അക്ഷയ മാത്രമല്ല, ഒരുപാട് പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കറങ്ങി തിരിച്ചു വന്നു എന്നുള്ളതാണ് ഇപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കൂട്ടലായിട്ട് വേദനിപ്പിച്ചുകൊണ്ട് വളരെ മൃഗീയമായി മറ്റു ആൾക്കാരെ വിളിച്ചു നിർത്തി ഒരു 19 പേരെ വസ്ത്രങ്ങളെല്ലാം ഇത്തരത്തിലുള്ള അലിഖിത നിയമങ്ങൾ വെച്ചുകൊണ്ടാണ് കോളേജിനകത്ത് പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിൽ ഇടിച്ച് അവരുടെ മസിൽസിന്റെ അവസ്ഥ അറിയാവുന്നത് ഒരു മറ്റേ ഈ വീട്ടിൽ പറയാൻ പറ്റില്ല. അത്തരത്തില് മസിൽസിനെ ഇടിച്ച് വെള്ളമൊക്കെ ആ മനുഷ്യന്റെ നിർജീവ മനുഷ്യൻ കുടലിൽ തന്നെ 2 മുറിവുകളാണ്, വൻകുടലിൽ ചെറുകുടലാണ്. ഇത് ഏതമ്മ സഹിക്കും, ഏത് അച്ഛൻ സഹിക്കും? പ്രധാന നിങ്ങൾ പിന്നെ കണ്ടിരുന്നു ഇവിടെ മരണ സമയത്ത് വന്നിരുന്നു? അക്ഷയ് മാത്രം അക്ഷയ് അൽത്താഫ് അൽത്താഫ് അതിൽ പ്രതിയാണ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും മരിച്ചുപോയ ഒരാൾ ഇപ്പൊ പറയില്ല, മരിച്ചുപോയി കഴിഞ്ഞ ഒരാളുടെ പേരിൽ ഒരു കംപ്ലൈന്റ് പോകും. ഒരു കുട്ടികൾക്കും കണ്ടുകൊണ്ട് നിന്നതോ കേട്ടുകൊണ്ട് നിന്നോ ഒരു കുട്ടികൾക്കും മനസ്സമാധാനം കിട്ടില്ല. ഉറങ്ങുമ്പോഴല്ല കണ്ണടയ്ക്കുമ്പോൾ അവരെ കാണാൻ ഉറപ്പാണ് അമ്മയുടെ ശാപം. അത് തന്നെ അതിലും ദുരൂഹത അടക്കിയില്ലേ? പിന്നെ ഏതെങ്കിലും ഒരു കുട്ടി ഏതെങ്കിലും ഒരു വീഡിയോ കോളിൽ എന്തെങ്കിലും സംസാരിച്ചു പോയാൽ പിറ്റേന്ന് അതിനെ ഭീഷണി. ഇങ്ങനെയൊക്കെ വന്നാൽ എന്ത് ചെയ്യും? ഇനിയെങ്കിലും ഇത് അട്ടിമറിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് നിങ്ങളോടൊപ്പം ജസ്റ്റിസ് ഫോർ പീപ്പിൾസ് കൗൺസിലിൻ്റെ പ്രവർത്തകരുണ്ടായിരിക്കും. എൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഞാൻ. ഞങ്ങൾ പ്രവർത്തകരുണ്ടായിരിക്കും. ഞങ്ങൾക്ക് സിദ്ധാർത്ഥിന് നീതി കിട്ടണം. ഇനി ഒരു മോനും ഇതുപോലത്തെ ഒരു അന്തരീക്ഷം ഉണ്ടാവരുത്. ഭയന്നിട്ടാണ് മറ്റുള്ള കുട്ടികളൊന്നും ആരോട് പറയാത്തത്. ഭയപ്പാടാണ്. അപ്പൊ നമ്മള് പ്രയത്നിക്കേണ്ടത് കേട്ടോ, നമ്മളിപ്പം പ്രയത്നിക്കേണ്ടത് ഡീനെയും അസിസ്റ്റന്റ് വാർഡനെയും സമയത്തുണ്ടായിരുന്നവരെ അറസ്റ്റ് ചെയ്യുക. പോലീസ് ചെയ്യേണ്ട. അതിന് നിങ്ങൾക്ക് എന്ത് പിന്തുണ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട് എങ്കിൽ ഞാൻ അതാണ് ന്യൂസ് പറഞ്ഞത്. കേരള പോലീസ് ബുദ്ധിമാന്മാരാണ്, അവർ കണ്ടുപിടിക്കും. പക്ഷേ പകുതി കൊണ്ടിട്ട് അവർ തന്നെ സ്റ്റേജിൽ കൊടുക്കും. പിന്നെ അവർക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞൂടാ. അവർക്കത് ചെയ്യും. പിന്നെ എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റും. പറ്റില്ല. ഒറ്റ ഇത് ഈ 4-5 കുട്ടികളുടെ ലിസ്റ്റ് കയ്യുണ്ടല്ലോ, അവരെയും കൊടുക്കുക. അതിന് മാത്രം പോകുമ്പോൾ ചുറ്റിപ്പിടിച്ച് അവരുടെ സമരവും കോടതിയിലും പറയാം. അവരെ അറസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടേണ്ട വിവരെ മൊത്തം കിട്ടും. ഒരാള് ഡെത്തായി നിൽക്കുന്നു എന്ന് വിചാരിച്ചു, അവർ തോന്നിയിട്ടില്ല നിന്നാൽ ആ ബോഡി അടിച്ചിറങ്ങാൻ ആർക്ക് അവകാശം? നമുക്ക് അവകാശമുണ്ടോ? അവരെ പോലീസിനാണ് അവകാശം. അടിച്ചിറക്കിയവൻ ചോദിക്കണം എങ്ങനെ നിന്ന്, ഏത് രീതിയിൽ നിന്ന്, അവൻ കയറെവിടെ, അവ ഉടുത്തിരുന്ന വസ്ത്രം എവിടെ, ഇതെല്ലാം ചോദിക്കണ്ടേ? ചോദിച്ചില്ലല്ലോ. എവിടെയോ വീട്ടുകാരെ അറിയിച്ചോ? അറിയിച്ചില്ലല്ലോ. പിന്നെ തെറ്റുകാരനാണ് വീട്ടുകാരെ അറിയിച്ചില്ല. ചിറ്റൂറാണി എന്ന് പറയുമ്പോൾ നമ്മളങ്ങ് ചൂട്. നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ സംഘടന ഉറപ്പിച്ച് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പക്ഷെ 2 മണിവരെ ട്രെയിൻ കിട്ടിയില്ലാത്തതുകൊണ്ടാണോ എവിടെയായിരുന്നാലും എത്ര സമയം കഴിഞ്ഞാലും പോയിട്ടാകാൻ വെച്ചിട്ടുണ്ട്. 2 മണിക്ക് അമ്മ വിളിക്കുന്നുണ്ട്. അപ്പൊ ട്രെയിൻ വിടുമെന്ന് പറഞ്ഞു. പിന്നെ അത് പോയി അതുകൊണ്ട് 6 മണിക്ക് വരാമെന്ന് പറയും. തിരിച്ചങ്ങോട്ട് പോകും. അത് ഇങ്ങോട്ടുള്ള ഈ പേപ്പർ സബ്മിറ്റ് ചെയ്യേണ്ടതുള്ളത് രണ്ടാം വിളിക്കുമ്പോഴും എന്തെങ്കിലും കാരണം പറഞ്ഞല്ലോ വീട്ടിൽ. അവരിപ്പം ഇങ്ങനെ ഒരു റീസൺ ആണ് കൊണ്ടത് ചിലപ്പോൾ വീട്ടുകാർ സമ്മതിക്കില്ല. അങ്ങനെ അപ്പൊ അവർ പറഞ്ഞല്ലോ പോയി പ്രശ്നം സോൾവ് ചെയ്തിട്ട് തിരിച്ചു വരാം എന്നുള്ള ഉദ്ദേശത്തിനാണ് പേപ്പർ സബ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് പോകുന്നത്. രഹാൻ ചിലപ്പോൾ ഇത്രയും ഭീകരമായ ഒരു കാര്യത്തിന് വിളിക്കണമെന്ന് രഹാൻ പറഞ്ഞു. വിളിച്ചു വെച്ചുകൊണ്ട് ഫ്രണ്ട്ലി ആയിട്ട് വിളിക്കാം. അങ്ങനെ പോയത്. പിന്നെ കൽപ്പറ്റ DSP നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വിശ്വാസം എങ്ങനെയാണ്? കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരില്ല, നമുക്ക് വിശ്വസിച്ചാലേ പറ്റുള്ളൂ. നമുക്കുള്ള ഏക ഒരു വഴി എന്ന് പറയുന്നത് കേസ് അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. അപ്പൊ ആ ഉദ്യോഗസ്ഥർ എങ്ങനെ അന്വേഷിക്കുന്നു, ഈ അതിന്റെ മേൽ നടപടികൾ എങ്ങോട്ട് പോകുന്നു നോക്കിയാലേ നമുക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റും.
നിലവിൽ ഞങ്ങൾ കിടക്കുന്ന മൊഴികളെല്ലാം ക്ലിയർ ആണ്. ഈ കേസിനകത്ത് ശരിയായിട്ടും വേണ്ട രീതിയിലുള്ള തെളിവുകൾ എടുക്കാതിരുന്നാൽ നിങ്ങൾക്ക് എന്ത് കോടതി പോയി എന്തൊക്കെ തെളിയിക്കുന്നു? അല്ല, നിലവിൽ ഇപ്പോഴുള്ള തെളിവുകൾ എടുക്കുന്ന കിട്ടിയ ഞങ്ങളെ കിട്ടുന്ന കാര്യങ്ങളും അവർ മനസ്സിലാക്കി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി കുറച്ച് തെളിവുകൾ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടേണ്ടത്, ഡീനുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടേണ്ടത്, വൈദ്യനാഥനുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടേണ്ടത്, ഹോസ്റ്റൽ വാർഡനുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടേണ്ടത്, പിന്നെ അവിടെ സാഹചര്യമായ തെളിവുകളും. ഇവരെല്ലാം അറസ്റ്റ് ചെയ്യുകയും ഇവരുടെ ഫോൺ നമ്പറൊക്കെ ഫോണൊക്കെ പിടിച്ചു കൊടുക്കുകയും ചെയ്തതിന്റെ കാര്യം അല്ലെങ്കിൽ ഡീനിന്റെ ഫോൺ വിളിച്ചിട്ടുണ്ടോ? അല്ല, ഡീൻ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഫോണെ നശിപ്പിച്ച് കളയാൻ സാധ്യതയില്ല. ഇല്ല, ഇത് ഫോൺ നശിപ്പിച്ചാൽ ഇപ്പോഴത്തെ പുതിയ നമ്മുടെ സിസ്റ്റം അനുസരിച്ച് 2 വർഷം വരെ നമ്മൾ ഫോൺ നശിപ്പിച്ചാൽ അതിലുള്ള എല്ലാ രേഖകളും മെസ്സേജ്, വാട്സാപ്പ് ഉൾപ്പെടെയുള്ള നമ്മൾ കോളേജിൽ ഡീറ്റെയിൽസ് കിട്ടും. അക്ഷയ് ഇവിടെ വന്നു, കാരണം മരിച്ച് വന്നപ്പോ നിങ്ങൾ സംസാരിച്ചിരുന്നു അക്ഷയോട്? ഞാനല്ല സംസാരിച്ചത്, എനിക്കറിയില്ല. കാരണം ഞങ്ങള് ഈ അവരുടെ കൂട്ടുകാരെ അറിയില്ല, ഞാൻ അവരെ അത് അറിയാന്നുള്ളത് അവരുടെ അമ്മയ്ക്കറിയാം, അച്ഛനറിയാം, പിന്നെ അവരുടെ അനിയനറിയാം, അവർക്കറിയാം. ഞങ്ങൾക്ക് ഈ അക്ഷയ് ആരാണ്, ഈ അക്ഷയ് മാത്രമൊന്നുമല്ല, ഒരുപാട് പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കറങ്ങി തിരിച്ച് വന്നു എന്നുള്ളതാണ് ഇപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഇത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ അവിടെ നിന്ന് ഇവിടെ എത്തുന്നവരെ എങ്ങനെ ഇവര് കൈകാര്യം ചെയ്യുന്നു, ഏത് രീതിയിൽ കാര്യങ്ങൾ പോകുന്നു, അവര് എല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ മുതലാണ്? പൂക്കോട് മുതൽ ഈ നെടുമങ്ങാട് വരെ. ഇതാണ് ദുരൂഹത. അപ്പൊ അത്തരത്തിൽ അവര് ഇത്രയും നമ്മളിപ്പോ എങ്ങനെ സാധാരണ ഗ്രാമത്തെ എന്ന് പറഞ്ഞ് അതവിടെ കഴിഞ്ഞു. അവര് നമ്മുടെ സ്വാഭാവികമായിട്ട് ഞങ്ങളും അവരുമായിട്ടൊരു സംഭാഷണം നടത്തുന്നു, ആ സാഹചര്യങ്ങളെ കുറിച്ചാണ് അത് വിവരിക്കുന്നത്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഈ കേസിൽ സംഭവിച്ചെന്ന് വേറെ രീതിയിൽ, കാരണം ഞാൻ ഒന്നും പറയുന്നില്ല, ഞങ്ങളെല്ലാം ഹൈഡ് ചെയ്യുന്നു, ഞങ്ങൾ നിൽക്കുന്നിടത്ത് വേറെ രീതിയിൽ കള്ളം പറയുന്നു, ഡീനി തന്നെ വന്നിന്ന് കള്ളം പറയുന്നു, കാന്തനാഥം വന്നിന്ന് കള്ളം പറയുന്നു, ഇങ്ങനെയൊക്കെയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ അതിനുശേഷമുള്ള ഈ കുട്ടികളുടെ ഈ പരിപാടി, ഈ ബോഡിയൊക്കെ എടുത്ത് വെച്ചത് ഈ കൃത്യം ചെയ്തുകൊണ്ടാണ്. ഇപ്പൊ ചേട്ടന്റെ മോനെ ഇതുപോലെ കുറ്റത്തിൽ ഒരു ഇതിനകത്ത് ഇങ്ങനെ സംഭവം സാക്ഷിയാകുമോ, അല്ലെങ്കിൽ ചേട്ടന്റെ മോന്റെ ഫ്രണ്ടിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ചേട്ടൻ ആ മോനെ കൊണ്ട് അവരുടെ വീട്ടിൽ പോകത്തില്ലേ? അവരുടെ അവിടെ സംസാരിക്കത്തില്ലേ? എന്താ പറയാന്ന് നീ പറഞ്ഞോളൂ. ഈ കേസ് അവർ നിനക്ക് അല്പം ആത്മാർത്ഥമായിട്ട് അവരോട് കാണിക്കുന്നു, മോനോട് പറയുന്നത് എന്തുകൊണ്ടാണ് ഇവരുടെ അച്ഛനും അമ്മമാരും ഈ കുട്ടിയോട് ഇത്രയും ക്രൂരത കാണിക്കുന്നത്? ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ 18 പ്രതികളിൽ 1-2 അച്ഛനമ്മമാരുടെ 1-2 കുട്ടികളുടെ വിഷമം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പെട്ടുപോയതായിരിക്കും. പക്ഷെ ഈ കള്ളം ഒരുപാട് കുട്ടികൾ വിഷമത്തിലാണ്. പക്ഷെ കൃത്യം ചെയ്ത 2-3 ക്രൂരന്മാർക്ക് മനുഷ്യത്വം ലവലേശമില്ലാത്ത അങ്ങേയറ്റം മൃഗമായ മനസ്സുള്ള ഒരു മനുഷ്യനെ പച്ചയ്ക്ക് വലിച്ചു കീറുക, അവന്റെ ശരീരത്തിൽ മുറിവേൽപ്പിച്ച സ്ഥലത്ത് വീണ്ടും ഒരു മുറിവിനെ തന്നെ 3 പ്രാവശ്യം വരെ ഇടിക്കും. പ്രബുദ്ധരായ കേരളത്തില് വിദ്യാഭ്യാസത്തിലും സാക്ഷരതയിലും മുന്നിരിക്കുന്ന കേരളത്തിലാണ് ഇത്തരത്തിൽ ഇടിച്ച് ലെവലാക്കിയിരിക്കുന്ന ആ പയ്യൻ. അതൊക്കെ കണ്ടല്ലേ, മസിൽസ് തകർന്ന ഒരാള് എങ്ങനെ എണീറ്റിരിക്കുമെന്നാണ് എന്റെ ചോദ്യം. അതിലെ റാഗിങ്ങിന്റെ ഒരു പ്രശ്നം ആ കോളേജിൽ വരുന്നത് ഫസ്റ്റ് ഇയർ ആ കോളേജിൽ പുറത്താണ് താമസിക്കുന്നത്. സെക്കൻഡ് ഇയർ ആണ് ഒരു ഉള്ളിലേക്ക് വരുന്നത് ഹോസ്റ്റലിൽ. അപ്പൊ അതുകൊണ്ടാണ് റാഗിങ്. പക്ഷെ ഇത് റാഗിങ് അല്ല, ഇത് ആൾക്കൂട്ടം വിചാരണ ചെയ്ത് കൊലപ്പെടുത്തിയത്, മർദ്ദിച്ചു. അലിഖിത നിയമം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അവരുടെ കോടതി അലിഖിത നിയമം കോളേജിനകത്തുണ്ടെന്ന് പറയുന്നത് നമ്മളിപ്പോ സാധാരണ നിയമമുണ്ട് എവിടെയാണ് നമുക്ക് CRPC IPC ഒക്കെ നമുക്ക് സർക്കാർ. ഇത് അലിഖിത നിയമം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇപ്പൊ ഞാൻ ഒരാൾ അല്ലെങ്കിൽ ഞാൻ SFI ചേർന്നില്ല, അല്ലെങ്കിൽ ഞാൻ SFIക്ക് വിരുദ്ധമായി പെരുമാറി എന്നെ മൃഗീയമായി വിചാരണ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു സ്റ്റേഷനിൽ കൊണ്ട് കസേര ഇരിക്കാൻ പറയും, നിൽക്കാൻ പറയും, ഇത് കസേര ഇല്ലാതിരിക്കാൻ പറയും. അതാണ് അലിഖിത നിയമം. അത്തരത്തിലുള്ള ബ്രൂട്ടലായിട്ടുള്ള മർദ്ദന മുറകളിലൂടെ ബ്രൂട്ടലായിട്ട് വേദനിപ്പിച്ചുകൊണ്ട് വളരെ മൃഗീയമായി മറ്റു ആൾക്കാരെ വിളിച്ചു നിർത്തി ഒരു 19 പേരെ വസ്ത്രങ്ങളെല്ലാം ഇത്തരത്തിലാണ് അലിഖിത നിയമം. ഇത്തരത്തിലുള്ള അലിഖിത നിയമങ്ങൾ വെച്ചുകൊണ്ടാണ് കോളേജിനകത്ത് പ്രവർത്തിക്കുന്നത്. അന്നത്തെ ഡാൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. വാലന്റൈൻസ് ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട ഈ
ഇവിടെ അവന്റെ മുമ്പിലുള്ള കോളേജുകളിൽ പഠിച്ചത് പോകണം. ഇവിടെ കേരളീയ സ്കൂളിൽ പഠിച്ച ഒരു വ്യക്തിയാണ്. എന്റെ മോളും അവനുമായിട്ടൊക്കെ സ്കൂളിലും മോളും താഴെയൊക്കെ പഠിച്ചതാണ്. അവിടെ ഇവിടെ ഈ മരണത്തിന് അവന്റെ കൂടെ മുൻപേ പഠിച്ച പെൺകുട്ടികള് മുസ്ലിമായിട്ട് ഹിന്ദുവായിട്ട് ക്രിസ്ത്യാനായിട്ട് എത്രത്തോളം പെൺകുട്ടികൾ കൂടെ വന്നു. അതെല്ലാം ഫ്രണ്ട്ഷിപ്പിന് പുറത്താണ്. ഇന്നത്തെ നമ്മളെ പണ്ട് 80കളിലും 70കളിലും 90കളിലും കൊണ്ട സൗഹൃദമല്ല ഇന്നത്തെ സൗഹൃദം. ഇന്ന് പെൺകുട്ടികളും ആൺകുട്ടികളും തോളിക്കേട്ട് നടന്ന് അങ്ങനെയുള്ള സൗഹൃദങ്ങളാണ്. പക്ഷെ അവിടെ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ തിരുവനന്തപുരത്തും എറണാകുളത്തും നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ പഠിക്കുമ്പോൾ പൂക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 7 പേര്, അതിനകത്ത് 7 പേര് റൂറൽ ഏരിയ. ആ 7 പേര് അവരുടെ പേര് വായിച്ചതൊക്കെ മനസ്സിലാവും അവരെങ്ങനെ വന്നു. അവര് ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവര് അതാണ് SFI PFI ബന്ധം എന്ന് പറയുന്നത്. SFIക്കകത്ത് PFIക്കാരന്മാര് ഗവൺമെന്റ് എന്നിട്ട് യവന്മാർ എന്ത് ചെയ്യുന്നു? യവന്മാര് നേരെ ഈ കാര്യം പറയുന്നത് എന്തുകൊണ്ട് എന്തിനാണ് ചട്ടമിട്ട കുട്ടികൾ കേഴേക്ക് വന്നു പറഞ്ഞു, അല്ലെങ്കിൽ അവരുമായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞത് അതിന് വേറെ വർത്തമാനം കൂടെയാണ് സ്വീകരിച്ചത്. മൃഗീയമായി മർദ്ദിച്ചു. അതിനുവേണ്ടി ഇത്തരത്തിൽ പറഞ്ഞു. എന്താണ് ഡീനോട് സംസാരിക്കുന്നു. ഡീൻ കണ്ടില്ലെന്നല്ലോ, ഡീൻ അവിടെ ഇല്ലെന്നല്ലോ. വാഹനം പറഞ്ഞു ഞാനില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സംസാരിച്ചാണ്. മരണം ഞങ്ങൾ മോർച്ചറിയിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന ആള് അറിയാത്തോണ്ടാണ്. ഞങ്ങൾ പോകുമ്പോ മോർച്ചറിയിൽ ഫ്രണ്ടിൽ നിന്ന് അറിയാത്തോണ്ടാണ്. അപ്പൊ ഇത്തരം മൃഗീയമായി അയാളും നോക്കേണ്ട വാർത്ത കാണുന്നതിന്റെ 1-ാം പ്രതി ഗവൺമെന്റ് നടപടി ആരംഭിച്ചതുകൊണ്ടാണ് ബാക്കി നടപടി ഉണ്ടായത്. തുടങ്ങിയില്ലെങ്കിൽ അതൊന്നും ആവില്ല. ഇതൊന്നും ആവില്ല. പക്ഷെ അദ്ദേഹത്തിന് അതേ പറ്റത്തുള്ളൂ. അറസ്റ്റ് ചെയ്ത് മാറ്റാൻ പുള്ളിയുടെ അധികാര പരിധി എന്ത് ചെയ്യാവുന്നതിന്റെ മാക്സിമം അദ്ദേഹം ചെയ്തു. അവിടെ നിന്നാണ് ജനം അറിഞ്ഞതും ശ്രദ്ധയിലേക്ക് വന്നത്. അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോയി. ഇപ്പൊ ഇതിനകത്ത് ആത്മഹത്യ പ്രേരണ കുറ്റം മാത്രം ചുമത്തിക്കൊണ്ടാണല്ലോ ഇപ്പൊ ഇതിനെങ്ങനെ നിങ്ങൾ ഈ ആത്മഹത്യ മാറ്റാൻ CBI പോലുള്ള നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? അതിനുവേണ്ടിയുള്ള ശ്രമം നിലവിൽ സ്റ്റേറ്റ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജുഡീഷ്യൽ അന്വേഷണമായിട്ട് നമ്മുടെ ഗവർണർ ബാക്കി ഇത് കേസ് എങ്ങനെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ അന്വേഷണം തന്നെയാണ് പറഞ്ഞത്. സംവിധാനത്തിൽ കൂടെ അന്വേഷിക്കും. സമരം ചെയ്യുമ്പോൾ എവിടെ പോയി സമരം ചെയ്യുന്നത്? സമരം ചെയ്യാമല്ലോ. അവര് നീതി കിട്ടുന്നതിനെ ഞങ്ങൾ സമരം ചെയ്യും. കാരണം അത് സമരം ചെയ്യണ വേറെ ഒന്നുമില്ല. ഇനി കലാലയങ്ങളിൽ പോയിട്ട് ഒരുപാട് അമ്മമാരുടെ ഒരുപാട് സിദ്ധാർത്ഥന്മാരും അവരൊക്കെ വളരെ ഒരു പേടിയില്ലാതെ പഠിക്കണം. ഇനിയൊരു സിദ്ധാർത്ഥം ഈ കേരളത്തിൽ ഉണ്ടാകും. അത്തരത്തിൽ കലാലയങ്ങൾ വരണം. ആൾക്കാരിപ്പോ വെളിയിലേക്ക് ഇന്ത്യക്ക് വെളിയിലേക്ക് പിള്ളേരെ വിടുന്ന ആൾക്കാരെ ടീച്ചറൊക്കെ പറയാറുണ്ട് എന്തിനാ അങ്ങനെ വിടുന്നത്. ഇപ്പൊ തോന്നുന്നു എന്ത് തോന്നുന്നു? നമ്മുടെ കുട്ടികളെ കിടക്കാടം വരെ വിറ്റ് പുറത്തു പറഞ്ഞിരിക്കുന്ന സ്വസ്ഥമായിട്ട് പഠിച്ചവർക്ക് ജോലി വാങ്ങാനാണ്. നമ്മുടെ കലാലയങ്ങളിൽ പോയ ഭീതിയാണ് കുട്ടികൾക്ക്, പല തരത്തിലുള്ള ഭീതിയാണ്. പെൺകുട്ടികൾക്കാരും ആൺകുട്ടികൾ ഇപ്പൊ തന്നെ അവിടെ പഠിക്കുന്നു, ഇങ്ങോട്ട് പഠിക്കുന്നു. ആ കുട്ടികൾ എത്ര കുട്ടികൾ ഒഴിഞ്ഞു പോകുന്നു നമുക്ക് കാണാം. എനിക്ക് ഇന്നലെ അവിടെ നിന്ന് ഒരുപാട് മെസ്സേജ് കിട്ടിയായിരുന്നു. ഇന്നലെ 8 പേര് ഇവിടെ വന്നില്ലേ വയനാട്, ഞങ്ങളിലുള്ളവരാണ്. അവര് പറഞ്ഞിരിക്കുന്നത് ഒരുപാട് പേർക്കും ഭയമായിട്ടിരിക്കുന്നത്. കാരണം SFIക്കാരാണ് എന്നൊരു വാക്ക് അവിടെ വരുന്നത്. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല പറയുന്നു. ഞങ്ങൾ SFIക്കാരാണ്, ഞങ്ങൾക്ക് എന്ത് നടക്കും, ഇതാണ് അവിടെ വന്നത്. മുന്നിൽ പോയാൽ ഞങ്ങൾ SFI ആണ്. ഒരു കുട്ടി എനിക്കൊരു ഞാൻ സ്കൂൾ പറഞ്ഞു, ഒരു കുട്ടിയുടെ ഒരു വാട്സപ്പ് എനിക്ക് വന്നു. കുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല, മുസ്ലിം കുട്ടിയാണ്, പേര് പറഞ്ഞില്ല. ഞങ്ങൾ SFI ആണ്. SFIയോട് കളിച്ചാൽ അച്ഛനില്ലാത്ത മക്കളെയും കൊണ്ട് നടക്കും എടി മറ്റേ മോയെന്ന് എന്റെ കിടപ്പുണ്ട് എന്ന് അതിനയച്ചത് അതെനിക്ക് അയച്ചത്. അങ്ങനെ ഒരു ഭീഷണി ഉണ്ടാവും. ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പോവും അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അടുക്ക പോവും. നിങ്ങൾക്ക് ഈ കുട്ടിക്ക് നീതിക്ക് വേണ്ടി നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. ഞങ്ങൾ നാളെ മനുഷ്യാവകാശ കമ്മീഷന് ഫയൽസ് കൊടുക്കാനിരിക്കുകയാണ്. അദ്ദേഹം അന്വേഷിക്കണമല്ലോ. ഇത്രയും പേപ്പട്ടി തല്ലിക്കൊന്നാലും ആ ഒരു പട്ടിയില്ലേ തല്ലിക്കൊന്നാലും ചോദിക്കാനുണ്ട്. പേരല്ലേ ഉള്ളൂ എന്ന് ചോദിക്കാൻ. മനുഷ്യനെ തല്ലിക്കൊന്നാൽ ചോദിക്കാൻ ആരും ഇല്ലാത്ത കാലം. ഈ വിധം അടിച്ചു കൊന്നിട്ട് 130 കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് അടിച്ചു കൊന്നെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഇതിലൊരു കുട്ടികൾ പ്രതികരിക്കുന്നില്ല? ഇതില് ശക്തന്മാരായ 5 പേരുണ്ട്. ആ ശക്തന്മാരായ 5 പേരെ ഭയന്നിട്ടാണ് മറ്റവരാരും ഉണ്ടാത്തത്. അത് ഈ ഇവിടുത്തെ രക്ഷകർത്താക്കൾക്ക് അറിയാം, കുട്ടിയുടെ അമ്മാവനറിയാം, അവരുടെ പേരറിയാം.
അന്വേഷണ ഉദ്യോഗസ്ഥർക്കറിയാം. ഇവരെ ആരെയും അറസ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം ഇത് കേസ് എന്ന് വെക്കും. മെയിനായിട്ട് ഡീനെയും അസിസ്റ്റന്റ് വാർഡനെയും അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുക. ചോദ്യം ചെയ്യുമ്പോൾ ഈ ഡെത്തായ കുട്ടിയെ ആരാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്? ഒരു കുട്ടിയല്ല, ആരാരും തൂങ്ങി നിന്നാൽ അതിനെ എടുത്ത് കൊണ്ടുപോവാൻ അവകാശം പോലീസിനാണ്. പിടയ്ക്കാണ് നമ്മൾ കണ്ടാൽ അർത്ഥിട്ട് ജീവിക്കും എന്ന് പറഞ്ഞു, അത് പറയാം. അല്ലാതെ അവകാശം പോലീസിനാണ്. അദ്ദേഹം വേണ്ടിയോ? സാറ് ചോദിച്ചത് സാറിന് അതിന് പറഞ്ഞില്ല. അപ്പോൾ കൊണ്ടുപോയി. അപ്പൊ ഈ മോൻ തൂങ്ങിയോ എന്ന് ആർക്കറിയാം? മോൻ എങ്ങനെ നിന്നു എന്നറിയാം. ഈ ശരീരം അടിച്ച് ചതച്ച കുട്ടി ഇങ്ങനെ കയറി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവന്റെ മെയിനെല്ലാം പൊട്ടി, അവന്റെ വയറിനകത്ത് ബ്ലഡാണ്, കുടല് പൊട്ടി ബ്ലഡാണ്, ജലാംശമില്ല. അപ്പൊ അവര് 2-3 ദിവസമായിട്ട് ആഹാരം വെള്ളം കൊടുത്തിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ്. പുള്ളി തൂങ്ങിയതാണെങ്കിൽ പുള്ളി അതിന് മുമ്പ് വെള്ളം കുടിച്ചിട്ടല്ലേ പോകുന്നത്? അതെ, അവിടുന്ന് ചില വെള്ളം എടുക്കാമല്ലോ, അത് കുടിക്കത്തില്ല. തൂങ്ങിയതാണെന്ന് എന്ത് തെളിവ്? ആര് കണ്ടു? ഇതാരാ കൊണ്ടുപോയത്? അതുകൊണ്ടാ പറഞ്ഞത് ഡീനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുക. ഞങ്ങൾ വാർത്ത കൊടുക്കാൻ പോകുന്നത് ഡീനെ അറസ്റ്റ് ചെയ്യുക. വന്നത് ബാത്റൂമിന്റെ കുട്ടിയുടെ ശരീരത്തിൽ ഉടനെ വെള്ളം കുടിക്കേണ്ടതല്ലേ? ഇല്ല, വെള്ളം ചോദിച്ചപ്പോ ഈ ഷിൻഡു എന്ന് പറയുന്ന ആള് മൂത്രം ഒഴിച്ചുകൊണ്ടാണ് കൊണ്ടുകൊടുത്തത്. അത് ഈ വെള്ളം വിളിച്ചോണ്ടിരിക്കുക. ഇത് കേരളത്തിൽ തന്നല്ലോ നടക്കുന്നത്. അതെ, ഷിബു ആണ് നമ്മുടെ ആ കുട്ടിയുടെ പേര് പറഞ്ഞത്, മിൻസിയ. പിന്നെ 225 പറഞ്ഞത് അത് ഇതുകൊണ്ട് കേസിനകത്തൊന്നും പെടുത്തിയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? മാധ്യമങ്ങൾ അത് പുറത്ത് പറഞ്ഞിട്ടുമില്ല. ഉണ്ട്. ശരിയായിട്ട് അതിന്റെ ഫോണിൽ നിന്നാണോ ഈ കോഴിക്കോട്ടേക്ക് വിളിച്ചത്? റഹാന്റെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. റഹാനെ നിങ്ങൾ പിന്നെ കണ്ടിരുന്നോ? ഇവിടെ മരണ സമയത്ത് വന്നിരുന്നു? അക്ഷയ് മാത്രം വന്നിരുന്നു. അക്ഷയ് അൽത്താഫും വന്നു. അൽത്താഫ് അതിൽ പ്രതിയാണ്. അവരോട് സംസാരിച്ചിരുന്നു? അക്ഷയുടെ അടുത്ത് സംസാരിച്ചു, ഞാനല്ല, സിദ്ധാർത്ഥന്റെ അമ്മ. ഇവിടെ വന്ന് അമ്മയുടെ കൈപുണ്യമൊക്കെ ആസ്വദിച്ചു പോകുന്ന ആൾക്കാരാണത്. ഇവർക്കാർക്കും ഈ കൂടെ കിടക്കുന്ന ചങ്കെന്ന് പറയുന്നത് ഇവർക്ക് യാതൊരു ആത്മാർത്ഥതയില്ലേ? ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ചേട്ടന്റെ മോന് ഇതുപോലൊരു കേസിനകത്ത് എവിടെ പെട്ടെങ്കിൽ ചേട്ടൻ ആ മോനെ കൈ പിടിച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ പോകത്തില്ലേ? മോനെ നിനക്കറിയാവുന്ന നീ പറഞ്ഞു കൊടുക്കണം പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ രക്ഷകർത്താക്കൾ പോലും ഇങ്ങനെ മാറി നിൽക്കുന്നത്? രക്ഷകർത്താക്കൾക്ക് ആരെ പേടിക്കാൻ? പക്ഷേ ഡീനിനെയൊക്കെ അറസ്റ്റ് ചെയ്യാതെ ആരെങ്കിലും സത്യം വിളിച്ച് പറയും. കാരണം അവരുടെ ഭാവി അവരുടെ തൂങ്ങുന്നതല്ല. അവരുടെ വിദ്യാഭ്യാസത്തിന്റെ അവസാനത്തെ സർട്ടിഫിക്കറ്റ് തരണം അവരില്ലേ? അറസ്റ്റ് ചെയ്താൽ ബാക്കിയുള്ളവർ സത്യം പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യണം തന്നെയാണ് നിങ്ങൾ. പിന്നെ തീർച്ചയായിട്ടും DNA അസിസ്റ്റന്റ് വാർഡനായ കാന്തനാഥൻ, പിന്നെ ഈ അക്ഷയ്, പിന്നെ അമ്മട്ടി ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ ആരായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ കാണിക്കുന്നത്? ഇൻക്വസ്റ്റിൽ എല്ലാവരും കയറി. എനിക്ക് പൂർണ്ണമായിട്ട് നോക്കാൻ പറ്റിയിട്ടില്ല, അമ്മ മാത്രം നോക്കി. അപ്പോൾ ഞാൻ കരഞ്ഞിങ്ങനെ മാറി നിന്നു. നമ്മുടെ കൂടെ വന്ന ബന്ധുക്കൾ മുഴുവൻ നല്ലവരെ നോക്കി. അപ്പോഴാണ് കാണാൻ കഴിഞ്ഞ പരിക്കുകൾ അപ്പോഴും തന്നെ നമ്മൾ പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് രീതിയിലുള്ള സമരരീതി നമുക്ക് പറ്റാൻ പറ്റുക? കാരണം ഇവർക്ക് ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രം ചുമത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ കുറച്ചുകൂടെ നോക്കിയിട്ട് ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കി അടുത്ത എങ്ങനെയാണ് ഏത് രീതിയിലേക്ക് പോകും നോക്കിയാലേ ബാക്കി കാര്യങ്ങൾ സമര പരിപാടിയിലോട്ട് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കും. അത് വളരെ അച്ഛൻ രക്ഷകർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കില്ല. അച്ഛനും അമ്മയും കൂടെ എന്തെങ്കിലും അവർ രണ്ടുപേരും എന്തിനെങ്കിലും ഇറങ്ങും. പറയുന്നവര് പേരുണ്ടായിരുന്നു. അക്ഷയ് എന്ന് പറഞ്ഞ സൂത്രധാരൻ ഗൂഢാലോചന നടത്തിയത് അവനെ ഉപദ്രവിച്ചതും ആയിട്ടുള്ള അക്ഷയ് ഇതുവരെയും അവൻ പേര് മറച്ചു വയ്ക്കോടെ ചെയ്തത്. അതെ, അക്ഷയ് ഒന്നും സംഭവിച്ചില്ല, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഈ സംഭവം നടക്കുമ്പോൾ ഈ പീഡനങ്ങളെ അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഈ അക്ഷയ അവന് കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ വിളിക്കുമ്പോൾ അക്ഷയ ഫോൺ എടുക്കുന്നത് ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അവൻ കിടക്കുന്നു, വിളിക്കുമ്പോൾ കിടക്കുന്നു, കുഴപ്പമില്ല, നമുക്കറിയില്ല. പക്ഷേ ഈ ഫോൺ എടുക്കുമ്പോഴേ നമുക്ക് സംശയം വരില്ല. കാര്യം അക്ഷയ
അച്ഛനെയും അവന്റെ അമ്മയും എല്ലാവരും നിന്നൊക്കെ എപ്പോഴും മോനെ മോനെ ആന്റി എന്നൊക്കെ വിളിച്ചുകൊണ്ട് അവർക്ക് നല്ല പരിചയമുണ്ട് ചെയ്യുന്നുള്ള നമുക്ക് അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ആരോപിക്കുന്നതല്ല, ആദ്യം മുതൽ അറിയാവുന്ന സംശയിക്കുന്നത് അക്ഷയാണ്. പ്രതി അവർക്ക് പേര് പറഞ്ഞു കൊണ്ടുപോയി മൊഴികൾ കൊണ്ടുവന്ന് അവിടെ നമ്മൾ കൊടുത്തത് ഡീൻ ഹസ്ബൻഡ് വാള്. അത് നമ്മൾ ആദ്യം മുതലേ പറയാം. രണ്ടുപേരും പ്രതിയാണ്, പ്രതിയാണ്. അവരുടെ പീഡിപ്പിച്ച എല്ലാം അവർ കണ്ടുകൊണ്ടുവന്നതിന്റെ പങ്കാളിയാണ്. അത് കഴിഞ്ഞിട്ട് അവരുടെ റെക്കോർഡി അഴിച്ചിറക്കി പോയത് ഡീനാണ്. തെളിവ് നശിപ്പിച്ച ഡീനാണ്. ഇതെല്ലാം നമ്മൾ ശക്തമായിട്ടുള്ള തെളിവ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, അനുഭവം കൊണ്ടായിരുന്നു, അവിടെ കിട്ടിയിട്ടുള്ള വിവരം ഉണ്ടായിരുന്നു. വെറുതെ ഒരു ആരോപണം പറയേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ആദ്യമേ നമ്മള് ആദ്യമേ നമ്മൾ പറയുക പങ്കും നമ്മള് തെളിവ് കിട്ടി. അതുകൊണ്ടാണ് ഇന്ന് ഡിവൈഎസ്പി ഇവിടെ രണ്ടാമത് സജീവ് സാറോടെ വന്നു. അതിപ്പോ നമ്മൾ ഈ കാര്യം ഒരിക്കൽ കൂടെ പറഞ്ഞു. ഡീൻ ഇത് വ്യക്തമായി പങ്കുകൊണ്ട് മാത്രമല്ല സസ്പെൻഷനായി. നമുക്ക് അത് പോലെ സസ്പെൻഷനായത് നിങ്ങൾക്കറിയാലോ. ചിലപ്പോൾ ഇപ്പൊ സസ്പെൻഷനായി കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞാൽ വേറെ ജോലിക്ക് കയറും, വേറെ ഡിപ്പാർട്ട്മെന്റ് കയറും, അല്ലെങ്കിൽ വേറെ കോളേജിൽ കയറും. നമ്മളത് അറിയില്ല. സസ്പെൻഷനായി സസ്പെൻഡ് ചെയ്യുന്നുള്ളൂ. വേറെ ജോലിക്ക് അറിയില്ല. സസ്പെൻഷൻ സർവീസിൽ നിന്ന് മാറ്റുന്നത് എക്സ്പെൻസിലായിട്ട് മാറ്റി നിർത്തി കൊലക്കുറ്റത്തിന് പുള്ളി ഈ ഡീനും അസിസ്റ്റന്റ് ഭാഗത്തിന് കൊലക്കുറ്റത്തിന് കേസ് നേരം. ഞാൻ നമ്മളത് സജീവ് സാറിനെ സംസാരിച്ചു. സജീവ് സാറിനെ കൂടെ പോകാൻ എന്റെ ആവശ്യം പോലെ സജീവ് സാറിന്റെ പോസിബിലിറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഏതായാലും ഡീനെ കുറിച്ച് അവരെ കുറിച്ച് അന്വേഷിക്കും. അതിനാണ് ഇന്ന് രണ്ടാമത് ഇപ്പൊ വന്നത്. അധ്യാപകരെ അറസ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം ഏതെങ്കിലും കുട്ടി സത്യം വിളിച്ച് പറയും. കാരണം അവരുടെ ഭാവി അവരുടെ പേണത്തുപിരിക്കുക. അപ്പൊ അങ്ങനെ ഒരു എനിക്ക് അതാണ് ഇപ്പം താങ്കൾ പറഞ്ഞ വളരെ പ്രശസ്തമായ കാര്യമാണ്, വളരെ പ്രധാനമായിട്ടൊരു കാര്യം. ഒരു കുട്ടി പറയില്ല അവർക്കൊരു ധൈര്യമാവും. അവർ പറയണമെങ്കിൽ അവരത് പുറത്ത് പറയണമെങ്കിൽ അവരെ മാതാപിതാക്കൾ അവരെ രക്ഷകർത്താക്കൾ അവർക്ക് ധൈര്യം. അതൊന്നും അത് മെയിൻ അതാണ് പറയാം. അവിടെ നടക്കുന്ന കാര്യം ബ്രൂട്ടലായിട്ട് നടന്ന കാര്യം നിങ്ങൾ അവരോട് പറയുക. നിങ്ങൾ അല്ലെങ്കിൽ ഒരു രഹസ്യ വഴി ഓക്കെ പബ്ലിക്കായിട്ട് പറയേണ്ട കാര്യമാണ്. ഒരു രഹസ്യ വഴിയെങ്കിലും അല്ലെങ്കിൽ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനാണെങ്കിൽ അങ്ങനെ കൊടുക്കാൻ തയ്യാറാവും. അല്ലെങ്കിൽ ഇപ്പം ഭയപ്പെട്ടിരിക്കുക, കുട്ടികളെല്ലാം ഭയപ്പെട്ടിരിക്കുക. ഡീൻ തെറിച്ചു, VC തെറിച്ചു. അപ്പൊ കുട്ടികൾക്ക് ധൈര്യം കിട്ടി കാണണം എന്ന് തോന്നുന്നു. ധൈര്യത്തിലോട്ട് പോവാം. ഇപ്പം കുറ്റം ചെയ്ത കുട്ടി സഖാക്കളും നേതാക്കന്മാരുടെ അകത്തായി. അപ്പോൾ ഇനി ആവർത്തിക്കേണ്ടത് അവർക്ക് തോന്നില്ല, മാതാപിതാക്കൾക്ക് തോന്നുകയാണെങ്കിൽ ഇനി ഒരു ഇതുപോലത്തെ ഒരു വൃദ്ധാപ്പന്മാരെ വീട്ടില് പിള്ളേർ പോയി വീട്ടിലോട്ട് വരണ്ട എന്ന് മാതാപിതാക്കൾക്ക് തോന്നുകയാണെങ്കിൽ കുട്ടികളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. മാതാപിതാക്കൾക്ക് തോന്നുകയാണെങ്കിൽ അവർ കുട്ടികൾക്ക് പറയണം, നിങ്ങൾ അവിടെ നമ്മുടെ കാര്യം സത്യസന്ധമായി തോന്നുന്നു. വേണമെങ്കിൽ നിങ്ങൾ നമ്മൾക്ക് നമുക്ക് രഹസ്യം വഴിയായിട്ട് കൊടുക്കാം. ഒരു ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സോഴ്സ് ഉണ്ട്. സാറിനെ വിളിക്കാം, സജീവ് സാറിനെ വിളിച്ച് സാർ എനിക്കൊരു കാര്യം പറയാം. സാർ അവർ വീട്ടിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവർ സാറിനെ പോകേണ്ട കാര്യമില്ല. സജീവ് സാർ അവരെ വീട്ടിൽ പോകും. അവരെ വീട്ടിൽ പോയിട്ട് തന്നെ രഹസ്യമായിട്ട് പോകും. അല്ലെങ്കിൽ വേറെ പീഡിയട്രായിട്ടുള്ള വേറെ സ്ഥലം വെച്ചിട്ട് അവിടെ രഹസ്യം കൂടി എടുക്കും. ചിലപ്പോൾ വയസ്സായിട്ട് സാഹചര്യത്തിലെടുക്കും. അത് തയ്യാറാവും. അത് തയ്യാറാവണമെങ്കിൽ അവർ രക്ഷകർത്താക്കൾ അതിൽ ഇനിഷ്യേറ്റീവായിട്ട് രക്ഷകർത്താക്കൾ പറയണം. അതിന് മക്കളെ പറഞ്ഞു ഈ കാര്യം പറഞ്ഞു. അല്ലാത്തടത്തോളം കാര്യം അവിടെയുള്ള ഒരു ആളുകൾ തോന്നുക, പ്രത്യേകിച്ച് ആണായിട്ടുള്ള വിദ്യാർത്ഥികളായാലും പറയും. അവരെല്ലാവരും വേറെ മേഖലയിലാണ് ജീവിക്കുന്നത്, വേറെ ലോകത്തോടൊക്കെയാണ് ജീവിക്കുന്നത്. അവർക്ക് പ്രശ്നമില്ല. അവർക്ക് അധ്യാപകനെ കൊല്ലാൻ അവർ തയ്യാറാണ്. അവർക്ക് പ്രശ്നമില്ല. പക്ഷെ അവരെ മാതാപിതാക്കൾ അങ്ങനെയല്ല. ചിലപ്പോൾ പാവപ്പെട്ടവരായിരിക്കും അവർ, അല്ലെങ്കിൽ നല്ല മാതാപിതാക്കളായിരിക്കും. യുവന്മാർ ഇവിടെ കിടന്ന് കാണിക്കുന്ന വേലയൊന്നും ആ മാതാപിതാക്കൾ അറിയില്ലായിരിക്കും. ശരിയാണല്ലോ. അതുകൊണ്ട് ആ മാതാപിതാക്കൾ ആദ്യം തയ്യാറാവും. അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യും കുട്ടികളാണ് എന്താ മക്കളെ അവിടെ സംഭവിച്ചത്, നിങ്ങളത് സത്യം പറഞ്ഞു. ഇന്നെന്ന് പറഞ്ഞാൽ ഈ മതം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മാതാപിതാക്കൾ മുമ്പ് ഞാൻ പറഞ്ഞാണെങ്കിൽ ഇത് വെള്ളയിൽ പൊതിഞ്ഞുകൊണ്ട് ഒരു കൂടി വല്ല അവരവിടെ എത്തും. അത് വരലില്ല. എന്റെ ആഗ്രഹമാണ് അങ്ങനെ ഒരിക്കലും വരലില്ല. എല്ലാവരും ഒന്ന് സഹകരിക്കുക. സഹകരിച്ച് ഇത് കഴിഞ്ഞ് നിർത്താൻ പറ്റുമെങ്കിൽ നിർത്താം.
ചേട്ടന് ശരീരം വിദേശത്താണ്. ഞാൻ വിദേശം. ഇത് അറിഞ്ഞിട്ടാണ് വന്നത്. അതെ അതെ, ഇത് അന്ന് അറിയിച്ചു. എന്റെ ആളെയും ശിവു ഇങ്ങനെ നമുക്ക് കാര്യം പറഞ്ഞു. ഇങ്ങനെ അറിയിച്ചില്ല. സിദ്ധാർത്ഥന് ഒരു ആക്സിഡന്റ് ഉണ്ടായി, കുറച്ച് സീരിയസ് ആണ്. കുറച്ച് പിന്നെ എനിക്ക് ചോദിച്ചപ്പോഴേ ഇതാണ് ആക്സിഡന്റ് ഉണ്ടായി, ആള് പോയി ഇങ്ങനെ വാ എന്ന് പറഞ്ഞു. വന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഞാൻ പോയില്ല. ഞാനിവിടെ വരുമ്പോൾ എൻ്റെ അളിയനും അവൻ്റെ മാമനാണ് എല്ലാവരും, കുറച്ച് ബന്ധുക്കളും എല്ലാവരും കൂടെ അവിടെ വന്നിട്ട് ഞാൻ പോയിട്ടില്ല. ഞാൻ എത്തുമ്പോൾ അവരവിടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വയനാട് നിന്ന് 10 മണിക്കൂർ യാത്ര. നിങ്ങൾക്ക് മരിച്ചതിന് ശേഷം ആ പെൺകുട്ടി നമ്മളെ ആ പെൺകുട്ടി അതിന്റെ കാര്യത്തില് സംസാരിച്ചു കൊന്നതിന് ശേഷം താങ്കൾക്ക് മരണപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് പറയാം. ശേഷം ആ പെൺകുട്ടി കംപ്ലൈന്റ് കൊടുത്തു. ഏതാണ് പെൺകുട്ടി എന്ന് ഇതുവരെയ്ക്ക് എനിക്കറിയാം. അവളെ കൊന്നത് 18 തീയതി കംപ്ലൈന്റ് പോകുന്നത് 18 തീയതി 21 തീയതിയാണ് പോകുന്നത്. കഴിഞ്ഞ് 21 തീയതി. എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും മരിച്ചുപോയ ഒരാൾ ഇപ്പൊ പറയില്ല, മരിച്ചുപോയി കഴിഞ്ഞ ഒരാളിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് പോകും. അത് സ്വീകരിക്കാൻ പോലീസാണോ അതല്ലെങ്കിൽ കോളേജിന്റെ അധികാരികളാണ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും മരിച്ചുപോയ ആൾ. ഒന്നും ഞാൻ പറയുന്നു, ഇപ്പൊ ഈ പറഞ്ഞ പറഞ്ഞ ടോണെന്ന് മരിച്ചുപോയ ആളിന്റെ പേരിൽ ഒരു പീഡന പരാതിയോ അല്ലെങ്കിൽ ഒരു മോഷണ പരാതിയോ ഇങ്ങനെ പോകുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ഓക്കെ, അങ്ങനെ തെളിയിക്കുകയാണെങ്കിൽ ഒരു പരാതികൾ തെളിയിച്ചു മോൻ എങ്ങനെ തെറ്റ് ചെയ്തു എന്നാണ് പറയുകയാണ്. അങ്ങനെ അത് തെളിയിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോയതിനു ശേഷം ഈ 2 കഴിഞ്ഞതിന് ശേഷം പരാതി ഉണ്ടായില്ല. തെളിയിച്ചു കഴിഞ്ഞാൽ ഇവർ ആരെ ശിക്ഷിക്കും? അവൻ്റെ അച്ഛനും അമ്മയെ ശിക്ഷിക്കോ അതെ അവൻ്റെ ചിതാഭസ്മം കൊണ്ടുപോയിട്ട് ജയിലിലാക്കോ? അതാണ് ചോദിക്കുന്നത്. അങ്ങനെ തെളിയിച്ചു കഴിഞ്ഞാൽ എന്താണ് ശിക്ഷ? നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു അതറിയിക്കുക എന്താണ് അതിന്റെ ശിക്ഷ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുക, ഈ പരാതി ഉണ്ടാക്കിയ ഫാബ്രിക്കേറ്റ് ചെയ്ത ആളും അതിന് സൈൻ ചെയ്തവരും ഈ പെൺകുട്ടികളും എല്ലാവരും ഈ കൊലപാതകം പങ്കുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ഫാബ്രിക്കേറ്റ് വീട്ടിൽ വരില്ല. ആ കംപ്ലൈന്റിൽ ഉണ്ട്, കമ്മിറ്റി സൈൻ ചെയ്യുന്ന കുറെ ഉദ്യോഗസ്ഥരാണ് കാര്യങ്ങളെല്ലാം. ഇങ്ങനെ പെട്ടെന്ന് സൈൻ ചെയ്തിട്ട് ഈ സാധനം വെളിയിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൽ ആർക്ക് സൈൻ ചെയ്യുന്നുണ്ട് അവരും ഈ പെൺകുട്ടിയും പ്രത്യക്ഷമായിട്ട് ഈ കൊലപാതകത്തിൽ എളുപ്പമാണ്. അവരെയും കൂടെ ഈ കൊലപാതകത്തിൽ കൊണ്ടുവന്ന് എന്നാണ് ഞാനത് DSP സാറിന് ഞാനത് അവരോട് പറഞ്ഞിട്ടുണ്ട്, മൊഴിയായിട്ട് എനിക്ക് കൊടുത്തു. വിദേശത്ത് തിരിച്ചു കയറേണ്ട സമയമാകുന്നുണ്ട്. അപ്പോ ഈ കേസിന്റെ കാര്യങ്ങൾ അങ്ങനെ അവിടേക്ക് പോകേണ്ടി വരികയും ജീവിതത്തിന്റെ ജീവിതമാർഗമാണ്. അത് കളയാൻ പറ്റില്ല. ഈ അവസ്ഥയിൽ എന്താണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്? ജീവിതമാർഗ്ഗമേ ഉള്ളൂ. വേറെ എന്റെ വൈഫിനോ അല്ലെങ്കിൽ വേറെ ആർക്കോ ജോലിയോ വേറെ വരുമാന മാർഗോ കാര്യമൊന്നുമില്ല. എന്നാൽ പോലും വേണ്ട അളിയപ്പോഴല്ലോ അളിയൻ താമസിക്കുന്നത് അവരുടെ വീട്ടില്. ഇപ്പം ഈ സംഭവമായിട്ട് നെയ്യാറ്റിക്കര അച്ഛനും നെയ്യാറ്റിക്കര അതായത് പോയേ പറ്റുള്ളൂ. ദുബായ് ഇത് കേസൊക്കെ ആവട്ടെ, അതിനുള്ള എന്ത് ബുദ്ധിമുട്ടുണ്ടാണെങ്കിൽ സഹിക്കാൻ പറ്റുള്ളൂ. കേസൊക്കെ പോയിട്ട് അതൊരു സ്റ്റേജ് എത്തുമ്പോൾ നോക്കിയിട്ട് ഒരു സ്റ്റേജ് കൊണ്ട് എത്തിച്ചിട്ട് ഞാൻ അത് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും നിയമത്തിന്റെ ഒരു ഇഞ്ച് പോലും ഞാൻ പുറപ്പെട്ടു. ആരും പഠിക്കാതെ നല്ല വിളിക്കാനുണ്ട്. ഒത്തിരി ഫോട്ടോഗ്രാഫി പുള്ളി ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഉള്ളിലൊന്നും കണ്ടില്ല. ആൽബങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് മോനോട് പറഞ്ഞ അയച്ചല്ലോ. അല്ല മോന്റെ മോൻ ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ച് കുറച്ച് എടുത്തിരിക്കുന്നുണ്ടോ? ശരിയായിട്ട് എല്ലാ മാസവും വരുമായിരുന്നു. ഇങ്ങനെയാ അമ്മ 2 മണിക്ക് വിളിക്കുമ്പോ
കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പൊ എന്താ പറഞ്ഞു, ഇങ്ങോട്ട് വരാൻ തയ്യാറായി നിൽക്കുവായിരുന്നു. ട്രെയിൻ അപ്പോൾ മിസ്സായി. 2:10 2:15 ആയി അവിടെ എത്തിയത്. ചുരത്തിലൊക്കെ ബ്ലോക്ക് ആയിരുന്നു. ഞാൻ 6:30 ട്രെയിനിൽ കയറുമ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യണം. വെളിയിലിരിക്കണ്ട. ഞാൻ പറഞ്ഞപ്പോൾ വെച്ചതിരുന്നു. പിന്നെ 5 മണിയാകുമ്പോൾ സ്ഥിരം കഴിക്കുന്ന കടയാണ്. ഞാൻ അവിടെ പോയി കഴിച്ചിട്ട് അത് ഇരിക്കണം. ഞാൻ എന്നിട്ട് 4:30 കഴിഞ്ഞ് പറഞ്ഞ പോയി കഴിക്കുന്നു. സമയം താമസിച്ചില്ല. പോയി കഴിച്ചിട്ട് വന്ന് ട്രെയിനിൽ കയറിയിട്ട് വിളിച്ചു. കയറി രാത്രി ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇരുന്നു എന്നൊക്കെ അറിയാം. ഒരു 3-3:30 ആകുമ്പോൾ സർക്കാരിലെത്തണം. തിരിച്ചു പോകണമെന്ന് പറഞ്ഞില്ലേ? എത്തണം. ഞാൻ ആ സമയത്ത് അലാം വെച്ചിട്ട് കിടക്കുകയാണ്. 3 മണി കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു. എവിടെ എത്തിയിട്ട് വിളിക്കാത്തതാണ് ചോദിച്ചത്. ഇങ്ങനെ എത്തിയില്ല, ഞാൻ തിരികെ പോവുകയാണ്. നടക്കാൻ വിളിച്ചിട്ടുണ്ടോ? എറണാകുളത്തിട്ടാണോ തിരിച്ചു പോയത്? അവിടുന്ന് എറണാകുളം വരെ എത്തിയിട്ടാണ് അദ്ദേഹം തിരിച്ചു പോയത്. പിന്നാണ് വിളിച്ചതെന്ന് അറിയില്ലല്ലോ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്കൊരു അത്യാവശ്യം ഒരു പേപ്പർ കൊടുക്കണം. അത് എൻ്റെ കയ്യിൽ പോയി ഓഫീസിൽ കൊടുക്കേണ്ടതാണ്. അത്യാവശ്യം ഞാൻ കോളേജ് കാര്യങ്ങൾ ആദ്യം നടക്കുമ്പോൾ അത്യാവശ്യം കോഴിക്കോട് എത്താറായി. ഞാൻ വിളിച്ചത് കോഴിക്കോട് എത്താറായി. തിരികെ പോയി ഒരു 6:30-7-8 മണിക്ക് അവിടെ എത്തണം. കോഴിക്കോട് എത്തണം. 8 മണി മുതൽ വിളിക്കാൻ പറ്റില്ല. 10 മണി വരെ ആയിട്ടൊന്നും എടുത്തില്ല. പിന്നെ ഉറങ്ങുന്നു വിളിക്കാൻ അപ്പോഴാണ് അക്ഷയ് വിളിക്കുന്നത്. അക്ഷയ് വിളിക്കുന്നുണ്ട്, ചുറ്റി കിടക്കുന്നു. ഇങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല. അവിടെ നിന്ന് പിന്നെ വിളിച്ചു. വന്നിട്ട് ഉറങ്ങിപ്പോയി കിടക്കുകയായിരുന്നു. അക്ഷയ് കൂടെ ഉള്ളപ്പോഴാണ് സംഭവിക്കുന്നത്. അക്ഷയ് ഇവിടെ വന്നപ്പോൾ കണ്ടില്ലേ? വിശ്വാസമായിരുന്നു അക്ഷയ്. അക്ഷയ് പിന്നെ അക്ഷയ് എന്താ ഇവിടെ വന്ന് മരിച്ച ദിവസം വന്നിരുന്നല്ലോ. അമ്മയോട് ഒന്ന് സംസാരിച്ചു. കരയുന്നു, വേറെ ഒന്നും. പക്ഷെ അവൻ എടുത്തില്ല എന്നെ വേറെ ആരെങ്കിലും വിളിക്കുമായിരുന്നു. എന്റെ മറുപടി കേട്ടപ്പോ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ. സ്വാഭാവികമായിട്ട് വേറെ ഒന്നും ഉദ്ദേശിക്കില്ല. കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. അവൻ കിടക്കുന്നു, വന്നിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്, കിടക്കുന്നു. എത്തി അറിഞ്ഞിട്ട് അതിനെ കുറിച്ചൊക്കെ ഞാൻ കിടക്കുകയായിരുന്നു. അതിന് മുൻപേ ഇവിടെ അവരെല്ലാം വരാറുണ്ട്. അന്നേരം ഹോട്ടലിൽ കേക്ക് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു. വരാറുണ്ട് എന്നല്ല, ഒരു ദിവസം വന്നിട്ടുണ്ട് എല്ലാവരും. അതിലിപ്പോ 4 പേരോ 5 പേരോ ആയിട്ടുണ്ട്. അതിപ്പോ ഈ 12 പേരിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇതുവരെ? എല്ലാ പ്രകാരം സൗത്ത് ഡാനി അടുത്തൊക്കെ ഉൾപ്പെടുന്നു. ഇത് നേരത്തെ പറയാറില്ലേ അവിടെ ഡിവൈഎഫ്ഐ അല്ലെങ്കിൽ എസ്എഫ്ഐയുടെ സമ്മർദ്ദം ഉണ്ട്, അതിനകത്ത് ചേരണം എന്നൊക്കെ പറയാറില്ലയോ? ശരിയായിട്ട് അവിടെ എല്ലാ പേരും അതാണ്. വേറെ ഒരു പാർട്ടിയോ ഒന്നും ഇല്ല. ശരിയായിട്ട് ഇവിടുന്ന് പോകുമ്പോ അവന്റെ മനസ്ഥിതി ശരിയായിട്ട് എസ്എഫ്ഐയോട് ചേർന്നുള്ള മനസ്ഥിതിയായിരുന്നു, അതോ അവിടെ ചെന്നായി നിർബന്ധിതരായി പോയതാണ്? ഫസ്റ്റ് ഇയർ കോളേജിൽ ക്ലാസ് റെപ്പായിരുന്നു. അത് ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയെ എടുക്കുന്നേ ഉള്ളൂ. അല്ല, സെക്കൻഡ് ഇയർ ആകുമ്പോൾ ഉള്ളിലുള്ള ഒരു കുട്ടി റെപ്പാവണം. അതുകൊണ്ട് അവൻ മാറി. പിന്നെ അവൻ പ്രവർത്തിക്കുന്നതാണ്. ഫസ്റ്റ് ഇയർ റെപ്പാവുമ്പോൾ എന്തെങ്കിലും പ്രോഗ്രാമിന് ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ കൊടി കൊടുക്കും, വെച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ആരായിരുന്നാണ് അവനല്ലേ വേറെ ആരും. ഇപ്പൊ അവര് തന്നെ പറയുന്നത് അവനും ഡിവൈഎഫ്ഐ അവന് എസ്എഫ്ഐ ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആവുമ്പോ പിന്നെ വർഷങ്ങളും പ്രവർത്തിക്കില്ല. അതിനുള്ള 10th കഴിഞ്ഞു 12th കഴിഞ്ഞു എൻട്രൻസ് ഒക്കെ ആയിട്ട് കയറണമെങ്കിൽ എന്തെങ്കിലും ഫ്രീ കിട്ടുമോ?
സമയം ചെയ്യുന്നത് ഇഷ്ടംപോലെ കുറേ വേറെ 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 ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ആക്ടിവിറ്റീസിലെല്ലാം ക്യാമറമാനായിട്ട് അവൻ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഫോട്ടോഗ്രാഫറായിട്ട് പോകുമായിരുന്നു. അപ്പൊ ശരിക്കും ഫോട്ടോഗ്രാഫി പോകുന്നില്ല. ശരിക്കും അവിടെ കോളേജിൽ പോയിട്ടുണ്ടോ? ഞാൻ 3 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോ എങ്ങനത്തെ അറ്റ്മോസ്ഫിയർ അവിടെ തോന്നിയിട്ടുള്ളത്? ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ കടന്നു പോകുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഫേമസ് കോളേജാണ് ഞാൻ കൊള്ളാന്ന് പറഞ്ഞത്. അതിനകത്തുള്ള ആളുകളെയോ കുട്ടികളെയോ അല്ല എനിക്കറിയില്ല. കോളേജ് ക്യാമ്പസ് കൊള്ളാമോ ഇഷ്ടപ്പെട്ടു എന്നാ പറഞ്ഞു. അതിനകത്ത് എന്താണ് ഒളിഞ്ഞിരിക്കുന്നത് നമുക്കറിയില്ലല്ലോ. ഫോട്ടോഗ്രാഫർ ആകാൻ പോയി മോഹിച്ച ഒരാള് എങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത്? വൈഡ് ഫോട്ടോഗ്രാഫറാണ്. അതിന്റെ ഒരു ബേസിക് കാര്യങ്ങളും ഇതാണ്. കുറച്ചുകൂടെ ഒരു ലൈവ്ലി എക്സ്പീരിയൻസ്. എങ്ങനെയാണ് ആളുടെ ബിഹേവിയർ? അച്ഛൻ അമ്മ നല്ല ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സ് ഇവിടെ കിടക്കുന്നത് ഹസ്ബൻഡ് നാട്ടിലില്ല. ഞങ്ങളുടെ പപ്പഴും ഞാനില്ല. എങ്ങനെയായിരിക്കും ഫോൺ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ അയക്കുന്നത്. കോൾ വരുമ്പോൾ ഞാനായിരിക്കും പെൺകുട്ടികളുടെ ആൺകുട്ടികളാണ്. പെൺകുട്ടികളെ അവിടെ വിളിക്കുന്നു എന്ന് പറയും. അവർ വിളിക്കുന്നു. എല്ലാ വീടും നല്ല രീതിയിൽ ഒരാളെ അറിഞ്ഞിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും അവരേത് മേഖലയിലാണോ അവർക്ക് ആ കാര്യങ്ങൾ ചോദിക്കും. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അക്ഷയും രഹാനയും കിട്ടി എന്തായിരിക്കും ഈ ഒരു വിളിച്ചു ഇനി അവർ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇനിയും ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കും. ഒറ്റയടിക്ക് കൊല്ലുക. ദിവസം കേൾക്കുമ്പോൾ നമ്മളൊക്കെ ഇവിടെ ആഹാരം കഴിക്കുന്നത് വേദന ഏത് പ്രാവശ്യം എനിക്ക് എടുക്കുമ്പോൾ ഓർമ്മിക്കില്ലേ അവരുടെ അവസരം കൊടുത്തു അതൊക്കെ ദിവസം അടിച്ചു കൊണ്ടു. കമ്പിയരാണ് എന്ന് പറയും. അങ്ങനെയാണ് അവന്റെ ശരീരത്തിനകത്ത് വെള്ളം പോലും ഇല്ലായിരുന്നില്ല. ബ്ലാഡറിൽ പോലും ഒരു ബാത്റൂമിൽ കയറുന്ന ഒരാൾക്ക് കൈകൊണ്ടെങ്കിലും ഒരുപാട് വെള്ളം കുടിക്കത്തില്ലേ? എത്ര ചാകാൻ പോകുന്ന ആളായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ അവനെ കൊന്നതാണ്. ഞാനും പറഞ്ഞേക്കാണ്. കാരണം നമ്മുടെ കിടക്കാലം വിറ്റ് വരെ വെളിയിലോട്ട് കൊച്ചുങ്ങളെ പറഞ്ഞു വിടുന്നത് രക്ഷകർത്താക്കൾ. കേരളത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഒന്നിയിൽ അവർ തല്ലി ചേർത്തിരിക്കും, അല്ലെങ്കിൽ അവർ ഒന്നിരിക്കും, അല്ലെങ്കിൽ ഏത് വിധേനെ അവർ നശിപ്പിച്ചിരിക്കും. പഠിക്കുന്ന കുട്ടികൾ കോളേജിൽ ഭാവിയുള്ള ഒരു കുട്ടിയായിരുന്നു ഇവിടെ രാജ്യത്തിന് അവിടെ തന്നെയാണ്. ഞാൻ ഒരു കുട്ടികൾക്കും കണ്ടുകൊണ്ട് നിന്നതോ കേട്ടുകൊണ്ട് നിന്നോ ഒരു കുട്ടികൾക്കും മനസ്സമാധാനം കിട്ടില്ല. പറഞ്ഞിട്ടില്ല. കണ്ണടയ്ക്കുമ്പോൾ അവനെ കാണാൻ പറ്റും. ഉറപ്പാണ് ഒരു അമ്മയുടെ ശാപം. ഏത് കോടതി വെറുതെ എടുത്താൽ ഒരു ദിവസം ഒരു നേരം ഒന്നും ഉറങ്ങാൻ പറ്റില്ല. കണ്ടുകൊണ്ട് നിന്ന കഴുകന്മാർക്ക് ആയിക്കോട്ടെ, അവരുടെ വീട്ടിൽ വിളിക്കാൻ വേണ്ടോ?
അതാണ് ഒരു ചിട്ടില്ല. അവരുടെ വീട്ടിൽ ഈ 130 വിദ്യാർത്ഥികളെ അവര് വൃത്തിയാക്കി കെട്ടിട്ടുണ്ട്. 5 വിദ്യാർത്ഥികൾ എന്നാണ് അറിയാൻ കഴിഞ്ഞില്ല. ഉണ്ടാവും അന്വേഷണം ഉണ്ടാവും. അവരിങ്ങനെ കിട്ടണം. എല്ലാം കൂടെ ഫ്രണ്ടിന് അവർക്ക് ഒരു ഫസ്റ്റ് ഇയർ ഉറപ്പായ സമയത്ത് ഞാൻ വിളിക്കുമ്പോൾ എപ്പോഴും അവർ എനിക്ക് അത് ചെയ്യാനുണ്ട്. ഞാൻ അവിടെ ഓടുകയാണ് ആർക്കും വേണ്ടി കൂട്ടുകാർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾ പോയി വെള്ളം അവിടെ ശരിയായില്ല, ഇവർക്ക് ഓടി കോളേജിൽ ടീം വന്നപ്പോൾ എന്നെ ഇവിടെ നടന്നൊന്നും അറിയില്ല. 2 ദിവസം ഒന്നും അറിയില്ല. ഫസ്റ്റ് ഇയർ മോനെ ഓടി നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിന് മുന്നിലുള്ള കാണുന്നുണ്ട്. 2 ദിവസം കാശ് നഷ്ടപ്പെട്ടു. ഈ 3 ദിവസത്തിനകത്ത് ആണ് ഈ വിളിക്കുന്നതൊക്കെ. അപ്പോഴാണ് ഈ അക്ഷയ് പറയുന്നത് കുഴപ്പമില്ലെന്ന് പറയുന്നത്. ഇവരുടെ മകനെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരോട് ഫോൺ വെച്ച് കൊടുത്തിട്ടാണ് ഇവർ പറയണമെന്ന് പറയുക. ഒന്നെങ്കിലും അവരെ കാണാൻ പറ്റിയിട്ടുണ്ട്. അക്ഷയുടെ കൊടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ അക്ഷയ് ഒന്ന് ശരിയായിട്ടും അക്ഷയ് ഒന്നാമതി ആവേണ്ട ആളല്ലേ ശരിയായിട്ടും. ഞാൻ കോണ്ടാക്ട് ചെയ്ത് അവനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കായിരുന്നു. ഞങ്ങൾക്ക് അത്രയും വിശ്വാസമാണ്. അക്ഷയ്ക്കാണെങ്കിൽ ഒരു സംഭവം ഉണ്ടായെങ്കിൽ അവ എന്ത് ചെയ്യും? മോനെ കുറ്റപ്പെടുത്തി ചെയ്യും. മോനെ എടുത്തോണ്ട് മോനെ വിളിച്ചു മോനെ കൈപിടിച്ച് അവിടെ കൊണ്ടുപോയിട്ട് നിനക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയണമെന്ന് പറയും. ഇവിടെ പഠിക്കണ്ട, ഇനി വേറെ എവിടെയെങ്കിലും പഠിക്കും. നമുക്കറിയാനുള്ള കാര്യം പറഞ്ഞിട്ട് കോളേജിൽ പുറത്ത് പോകാം, എങ്ങോട്ടെങ്കിലും പോകാം. ഈ രക്ഷകർത്താക്കളാരെങ്കിലും വിളിച്ചിരുന്നു നിങ്ങളുടെ ദുഃഖത്തെ പങ്കുചേരാനായിട്ട് വിളിച്ചിരുന്നു? മരണത്തിന് ശേഷം ആരെങ്കിലും ആ കോളേജിൽ നീട്ട് വന്നിട്ടുണ്ടോ? ഇവരെ പ്രതികളെയൊക്കെ ജയിലിൽ പോയി സന്ദർശിക്കുന്ന ഈ നേതാക്കന്മാരാരെങ്കിലും നിങ്ങളോട് വന്നിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ സങ്കടം എന്താണ്? നിങ്ങൾക്ക് എന്താണ് സങ്കടം എന്നല്ല, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്ന് പറയാൻ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ജയിലിൽ പോയി സന്ദർശിച്ച നേതാക്കന്മാരാരെങ്കിലും ഈ പ്രതികളെ ജയിലിൽ പോയി അറിയില്ല, എനിക്കറിയില്ല. അതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് ഒരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പാരൻസ് നടത്തുന്നതിനോ ഒത്തിരി കുട്ടിയുടെ ജീവൻ പോകാതിരിക്കാം. അങ്ങനെയെങ്കിലും ചെയ്യാൻ ഞാൻ ഇന്നാണ് ഇവിടെ വരുന്നത്. അപ്പോൾ വന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഇതിലൊരു പെൺകുട്ടിയുണ്ട് പ്രതിയായിട്ട്. അവളുടെ പേരെന്ന് പറഞ്ഞാൽ ബിൻസിയ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഇതിൽ പ്രതി ചേർക്കാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ സാഹചര്യം വെക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, അവിടെ കോളേജിൽ 3 പെൺകുട്ടികൾ കോളേജിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സിദ്ധാർത്ഥിനെതിരെ വളരെ മോശമായിട്ട് അയാൾ വളരെ മോശം അവസ്ഥയിലാണ് ജീവിച്ചത്, അവിടെ കോളേജിൽ പ്രവൃത്തി ചെയ്തതെന്ന് വെച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തേജോവധം ചെയ്യുന്ന രീതിയിലും ഈ പെൺകുട്ടി ഇപ്പോൾ നിലവിൽ പ്രതിയായിട്ടിരിക്കുന്ന ബിൻസിയെ വെള്ളപൂശുന്ന രീതിയിലുമുള്ളൊരു വീഡിയോ ഇന്ന് കണ്ടായിരുന്നു. കുറച്ച് നേരത്തെ ഞാൻ കണ്ടു. ആ വീഡിയോ കണ്ടപ്പോഴാണ് ഇതിനെതിരെ നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കണം എന്ന് തോന്നുകയും അത് മാത്രവുമല്ല, ഇന്നിപ്പോൾ വന്ന് ഈ അച്ഛനെ സിദ്ധാർത്ഥൻ്റെ അച്ഛനെ കണ്ടു കാര്യങ്ങൾ സംസാരിച്ചിട്ട് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ ഞങ്ങൾ നിരാഹാര സമരം നടത്തുകയാണ്. ഈ പെൺകുട്ടിയെ പ്രതി ചേർക്കണം, ആ ബിൻസിയെ അറസ്റ്റ് ചെയ്യണം. ഇതിൽ മറ്റ് ഏതൊക്കെ പ്രതികൾ ഇവർ ആരോപിക്കുന്നുണ്ടോ കൃത്യമായിട്ട് അവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ഇതൊരു രാഷ്ട്രീയമായിട്ട് ഒതുക്കി തീർക്കാതെ ഇതൊരു കൊലപാതകമാണ്. ആ കൊലപാതകത്തെ ശക്തമായിട്ട് ആ പ്രതികളെ എല്ലാം അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണം. അതിൽ ആൺ പെൺ വ്യത്യാസം ഒരിക്കലും വരാൻ പാടില്ല. ഇത് ഒരു പെൺകുട്ടിക്കായിരുന്നെങ്കിൽ ഇത് വലിയ ഇതിനെക്കാട്ടി കത്തിയേ. പെൺകുട്ടിയായിരുന്നുവെങ്കിൽ ഇന്ന് നിന്ന് കത്തിയനല്ല, മൊത്തത്തിൽ എല്ലാ രീതിയിലും ഈ വീട്ടിൽ ഇപ്പോൾ യഥാർത്ഥം പറഞ്ഞാൽ ഇത് നേരെ പ്രതി സിദ്ധാർത്ഥനായിരുന്നുവെങ്കിൽ സിദ്ധാർത്ഥന് ഈ രീതിയിൽ ഇന്ന് ജയിലിലായിരുന്നത്. ജയിലിൽ കമ്പി അഴി എണ്ണുക മാത്രമല്ല, അദ്ദേഹത്തിന് ഏതൊക്കെ രീതിയിൽ നശിപ്പിക്കാൻ പറ്റുമോ അദ്ദേഹത്തിന് ഈ ഫാമിലിയെ നശിപ്പിച്ചാനായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ ഒരു യുവാവായി മരിച്ചതുകൊണ്ട് അവനെതിരെ ഒരു നടപടി ആ പെൺകുട്ടികൾക്കെതിരെ ഒരു പെൺകുട്ടിയെ പ്രതിയായിട്ട് നിൽക്കുന്ന പെൺകുട്ടിയെ സംരക്ഷിക്കുന്ന ഒരവസ്ഥ ഇത് നമ്മൾ നെയ്യാറ്റിൻകരയിൽ കണ്ടതാണ്. നെയ്യാറ്റിൻകരയും ഒരു എന്താ ബൈജു തോമ അവൻ്റെ പേരെന്തോ
മിഥുൻ മോഹൻ്റെ കേസിലും മിഥുൻ മോഹൻ്റെ കേസ് എന്താണ് നടന്നത്? അത് ആ പ്രതിയായിട്ടുള്ള പെൺകുട്ടിയെ ഇതേവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതിൽ വോയിസ് ഉണ്ട്, മറ്റ് ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ചിട്ടാണ് മിഥുൻ മോഹൻ ആത്മഹത്യ ചെയ്തത്. പക്ഷേ ആ പെൺകുട്ടിക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല. ആ പെൺകുട്ടിയെ വെളുപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ യൂട്യൂബ് ചാനലുകാരും മറ്റുള്ളവരും പ്രയത്നിച്ചുകൊണ്ടിരിക്കുക അഹോരാത്രം. മനസ്സിലായില്ലേ? അപ്പോൾ സ്ത്രീകൾ എവിടെയോ ശിക്ഷ കുറ്റക്കാരിയാണോ അവരെ വെളുപ്പിച്ചെടുക്കുക എന്നുള്ളത്. ഇപ്പം ഗ്രീഷ്മയ്ക്കും ജാമ്യം കിട്ടില്ല, ഒരാളിനാണ് ജാമ്യം കിട്ടുമോ ഇങ്ങനെ കൊലപാതക കുറ്റത്തിൽ? തീർച്ചയായിട്ടും ഏറ്റവും വലിയ വളരെ പ്ലാൻ ചെയ്ത് ഇഞ്ചിഞ്ചായിട്ട് കഷായത്തിലും ജ്യൂസിലും വിഷം കലർത്തിക്കുന്ന ഗ്രീഷ്മയ്ക്ക് ജാമ്യം കൊടുത്ത നാടാണിത്. ജാമ്യം കൊടുത്തു എന്ന് മാത്രമല്ല, അവളെ കേസ് വരെ മാറ്റി ഇനിയിപ്പോൾ കേസ് എഴുതി തള്ളുന്ന ഒരു സ്ഥിതിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ആ വീടുമായിട്ട് ബന്ധപ്പെട്ടു, ആദ്യം മുതലേ ബന്ധപ്പെട്ടു. ഞങ്ങൾ ഈ ജാമ്യം കൊടുത്തപ്പോൾ സെക്രട്ടേറിയറ്റിൽ കോലം കത്തിച്ചു. അത് ജഡ്ജിയുടെ ഉൾപ്പെടെ കോലം കത്തിച്ചിട്ടാണ് ഞങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത്. പക്ഷേ ആ ഷാരോണിൻ്റെ അച്ഛനും ഫാമിലിയും നമ്മുടെ കൂടെ ശക്തമായിട്ട് നിൽക്കാത്തത് കൊണ്ടാണ് അതിൽ നമുക്ക് ഒരു പരാജയം വന്നിരിക്കുന്നത്. കാര്യം ശക്തമായിട്ട് നിന്നിരുന്നുവെങ്കിൽ ആ പെൺകുട്ടിയുടെ ഞങ്ങൾ ബബല ഉമർ ഖാൻ അഡ്വക്കേറ്റിനെ, സുപ്രീം കോടതി അഡ്വക്കേറ്റാണ്, അവരെ വെച്ചിട്ടാണ് ഞങ്ങൾ ആ ജാമ്യം ക്യാൻസൽ ചെയ്തിട്ട് അവളെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത്. പക്ഷേ അത് ഈ ഫാമിലി എന്താ പറയുക, ഈ ആൺകുട്ടികൾ മരിക്കുമ്പോൾ അവരുടെ ഫാമിലി ശക്തമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നില്ല. അവർ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും സ്ലിപ്പായി പോകുന്നത് നമുക്കൊരു പരാജയമായിട്ട് മാറുകയാണ്. അതാണ് ഈ മരിച്ച യുവാക്കൾക്ക് പോലും നീതി കിട്ടാത്തൊരവസ്ഥ. ഒരിക്കലും അതിവിടെ ഉണ്ടാകരുത് എന്നാണ് ഞാൻ കരുതുന്നത്. ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യും. ശക്തമായിട്ട് ഇവരോട് കൂടെ നിന്ന് മറ്റന്നാൾ ഒരു സൂചന നിരാകാര സമരം 10 മണി മുതൽ 6 മണി വരെ സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കലുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നടപടിയില്ല എങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ്. കാര്യം രാഷ്ട്രീയ സമരങ്ങളെന്ന് പറഞ്ഞാൽ അവർ രാഷ്ട്രീയ ഇപ്പോൾ ഇലക്ഷനൊക്കെ വരികയാണ്, അത് മാത്രമേ അവരുടെ ലക്ഷ്യമുള്ളൂ. അല്ലാതെ ഒരു നീതി ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഈ അപ്പനും അമ്മയുടെയും ഈ ഫാമിലിയുടെ വേദന എന്താണെന്ന് അവർ അറിയുന്നില്ല. അവിടെയാണ് പ്രശ്നം. സംഘടന എപ്പോഴും അവസാനം വരെ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അവസാനം വരെ ഞങ്ങൾ ഉണ്ടാവും. ഈ ഫാമിലി ഉണ്ടാവുമെങ്കിൽ തീർച്ചയായിട്ടും അവസാനം വരെ കാര്യം ഞങ്ങൾക്കിത് സ്വയമേ ഈ കേസ് നടത്താൻ പറ്റില്ല. കാര്യം പലതിലും ഞങ്ങൾ സ്വയമേ ഇറങ്ങിയിട്ട് ഞങ്ങൾ പരാജയപ്പെടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പരാജയപ്പെടാതിരിക്കണമെങ്കിൽ ഈ ഫാമിലി കൂടെ ഉണ്ടാവണം. അവസാനം വരെ ഞങ്ങൾ പൊരുതി വിജയം കണ്ടിട്ടേ മാറും.